കട്ടച്ചൽ കുഴി ചിക്കൻ പെരട്ടി കഴിക്കണമെന്ന് കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട്. ഞാൻ മുന്നേ ഇത് പാഴ്സൽ മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ പോയി കഴിക്കണമെന്നുള്ളത് എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നേ. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ ഒരു ദിവസം പെട്ടെന്ന് തീരുമാനിച്ചിട്ട് പോയതാണ്. ചിക്കൻ പെരട്ടിൻ്റെ കൂടെ പുട്ടാണ് അവിടുത്തെ ഫേമസ് കോമ്പിനേഷൻ എങ്കിലും എനിക്ക് കപ്പയുടെ കൂടെ ആ ചിക്കൻ പെരട്ട ഒന്ന് കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നേ. അങ്ങനെ ചോദിച്ചപ്പോഴത്തേനും അവസാനം തീരാറായത് ഒരു സ്കൂപ്പ് ഇങ്ങനെ അവർ തന്നു. അരിപ്പുട്ടാണ് കേട്ടോ അവർ തരുന്നത്. പിന്നെ അവിടെ കട്ടനും ഭയങ്കര ഫേമസ് ആണ്. ശരിക്കും പറഞ്ഞാൽ കട്ടൻ വേണം, നമുക്ക് നല്ല എരിവുണ്ട്. അതിൻ്റെ കൂടെ കട്ടൻ ഇല്ലെങ്കിൽ രക്ഷപ്പെടാൻ പറ്റത്തില്ല. അങ്ങനെ ആദ്യം തന്നെ ഞാൻ കപ്പയാണ് കേട്ടോ കഴിച്ചത്. കാരണം ഞാനാണ് ആഗ്രഹിച്ച് കപ്പ മേടിച്ചത്. നല്ല കുഴഞ്ഞ കപ്പയായിരുന്നു. മേടിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം എനിക്ക് കപ്പ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇവിടെ നാടൻ കോഴി ഉണ്ടാകും ഈ ചിക്കൻ പെരട്ടാണെങ്കിലും ചിക്കൻ തോരനാണെങ്കിലും ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നാടൻ കോഴിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഇല്ലേ, അതുണ്ടായിരുന്നു. എനിക്ക് ബ്രോയിലർ ചിക്കനേക്കാളും നാടൻ കോഴിയാണ് കേട്ടോ ഇഷ്ടം. എൻ്റെ വീട്ടിലാണെങ്കിൽ നാടൻ കോഴി മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. അതാണ് എല്ലാവർക്കും ഇഷ്ടം. ബ്രോയിലർ ചിക്കൻ ആർക്കും ഇഷ്ടമല്ല. പിന്നെ ഹെൽത്തിന് നല്ലതല്ല എന്നൊക്കെ ഉള്ളൊരു അന്ധവിശ്വാസമൊക്കെ ഉണ്ട്. പിന്നെ പുട്ട് കഴിക്കുമ്പോഴത്തേനും പപ്പടം മസ്റ്റാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ചോദിച്ച് മേടിച്ചതാണ് കേട്ടോ ഈ പപ്പടം. അതും ലാസ്റ്റ് 1-2 ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ കൂടെ ചിക്കൻ പെരട്ടൊക്കെ വെച്ച് കഴിച്ചപ്പോൾ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഈ പപ്പടവും പുട്ടും ചിക്കൻ പെരട്ടും നല്ല കോമ്പിനേഷൻ ആയിരുന്നു. എനിക്കാണെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ അവിടുത്തെ ചിക്കൻ തോരനേക്കാളും കൂടുതൽ ഇഷ്ടമായത് ആ പെരട്ടാണ് കേട്ടോ. അതിനോട് എനിക്ക് വലിയ താല്പര്യം തോന്നിയില്ല. ഈ സവോളയും ഞങ്ങൾ ചോദിച്ച് മേടിച്ചാണ്. അപ്പുറത്തെ ടേബിളിലുള്ളവർക്കൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഞങ്ങൾ മറന്നുപോയി. അപ്പം വീണ്ടും ഞങ്ങൾ ചോദിച്ച് മേടിക്കേണ്ടി വന്നു. പിന്നെ ഈ പൊറോട്ട പിന്നെ ലാസ്റ്റ് ഇതെല്ലാം തീർക്കണമല്ലോ എന്ന് ഓർത്തിട്ട് മേടിച്ചതാണ്. അതും കുഴപ്പമില്ല, നല്ലതായിരുന്നു. വലിയ സുഖമല്ല എന്നാലും കൊള്ളായിരുന്നു. ഇവിടെ മെനു ഒന്നുമില്ല. ഇവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ വിലയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ കിലോ കണക്കിനും ഗ്രാം കണക്കിനൊക്കെയാണ് ഇവിടുത്തെ റേറ്റ് വരുന്നത്. പിന്നെ മൈസൂർ പാക്ക് അവിടെ ബില്ലിംഗ് സെക്ഷൻ ഇല്ല, അവിടെ ഉണ്ടായിരുന്നു. ഞാൻ 2 മേടിച്ചു. എനിക്ക് മൈസൂർ പാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ എനിക്ക് വീണ്ടും വേണമെന്ന് പറഞ്ഞപ്പോൾ പോണ വഴിക്ക് നല്ല സ്പോട്ടുണ്ട്, അവിടെ നിന്ന് മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ചു. വെറുതെ പറഞ്ഞു കേട്ടോ, വേറെ സ്പോട്ടൊന്നും ഇല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ബില്ല്. അത്യാവശ്യത്തിന് അഫോർഡബിൾ ആണ് കേട്ടോ. ചിക്കൻ തോരനാണെങ്കിലും ചിക്കൻ പെരട്ടിനാണെങ്കിലും 155 രൂപ ഇതൊക്കെ വരുന്നുള്ളൂ. പിന്നെ ഇവിടെ മീൽസ് ഫേമസ് ആണെന്ന് തോന്നുന്നു. കാരണം ഒത്തിരി ആൾക്കാർ മീൽസ് ഒക്കെ കഴിക്കുന്നുണ്ട്. ഈ സ്പോട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കട്ടച്ചൽക്കുഴി ചിക്കൻ പെരട്ടെന്ന് കേൾക്കുമ്പോഴേ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. കൃഷ്ണ ഹോട്ടലാണ്. ബാലരാമപുരത്തിനൊക്കെ അടുത്താണ് കേട്ടോ ഈ സ്പോട്ട് വരുന്നത്. ഞാൻ ലൊക്കേഷൻ പിൻ ചെയ്തേക്കാം.